പേരെന്താ? പപ്പി. എന്താ പേരിഷ്ടപ്പെട്ടാലേ കൂടെ കിടക്കുന്നുള്ളോ? എത്ര കൊല്ലമായിട്ടാ ഈ തൊഴിൽ ചെയ്യുന്നത്? വയസ്സറിയിച്ച 5-ന്റെ അന്ന് മുതൽ. പ്രാരാബ്ധമായിരുന്നോ? അച്ഛനമ്മയുടെ പ്രശ്നമായിരുന്നോ? ആരെങ്കിലും നിർബന്ധിച്ചതാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. ഈ തൊഴിലോ? എന്താ സെക്സ് എന്ന് വെച്ചാൽ തനിക്ക് ഇഷ്ടമല്ലേ? എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ. എനിക്ക് അതിനോട് കുറച്ച് കൂടുതൽ കമ്പുണ്ടെന്ന് കൂട്ടിക്കോ. താൻ തന്നെ പറ, ഒരു ആണിന് ഒരുപാട് പെണ്ണുങ്ങളോട് പോകാൻ ഇഷ്ടമുള്ളപ്പോ എന്തുകൊണ്ടൊരു പെണ്ണിനായിക്കൂടാ? ഞാനല്ലല്ലോ അന്വേഷിച്ചു പോകുന്ന, എല്ലാവരും എന്റെ അടുത്തേക്കല്ലേ വരുന്നത്. അതെനിക്ക് അന്തസ്സാ. മടുപ്പ് വരില്ലേ? ഇതൊരു അന്വേഷണമാണ്, ഒരുപാട് പുരുഷന്മാരിലേക്കുള്ള എന്റെ യാത്ര. വരുന്നവര് ബുദ്ധിമുട്ടിപ്പിക്കാറില്ലേ? ആവശ്യമുള്ളതൊക്കെ കൊടുത്താല് എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്ന? അതല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാ ഇഷ്ടം പറയ. ഞാൻ പോവാ. ഞാൻ പറഞ്ഞത് കേട്ടൊന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കാം. വാ. എന്താടോ എണീറ്റത്? ജോലി മാത്രമല്ല കേട്ടോ, വളരെ സ്നേഹത്തോടെ നടക്കും ഞാൻ. ഒരിക്കലും നിങ്ങൾ എന്നെ മറക്കില്ല. ഏയ്, ഞാൻ അതിന് വന്നതല്ല. അറിയാം. താൻ ഷർട്ട് അഴിക്കുമ്പോ തന്റെ പേന വളരെ സൂക്ഷിച്ച വെച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി താനൊരു കൂലി എഴുത്തുകാരനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ തന്റെ അടുത്ത് കുറെ നോണ പറഞ്ഞത്. താൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി കാശുണ്ടാക്കാൻ പോവുമല്ലേ? സ്വമനസാലെ വിഭജിക്കുന്നവൾ. അങ്ങനെ ഹെഡിങ് ഇട്ടാലേ വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ത്രില്ലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എഴുതിക്കോ. സത്യം കഴിക്കും, പക്ഷേ നുണകൾ വിജയിക്കും. ഒന്ന് നിക്ക്. ഇവിടെ വന്നതുകൊണ്ട് ഒരു സിഗരറ്റ് വേസ്റ്റ് ആയല്ലേ? എപ്പോഴെങ്കിലും വരാൻ തോന്നിയാ വരണം കേട്ടോ. പപ്പി, ഇന്ന് നോക്കിയോ എന്താ നടക്കാൻ പോകുന്നെന്ന്. ആണോ? അങ്ങനെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന? നിന്റെ ഈ വാഗുണ്ട് എന്നെ പോലെ ഒരാണിനെ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയിപ്പിക്കാൻ പോവാ. എന്തെങ്കിലും ലേഖ്യം കഴിച്ചിട്ടുണ്ടോ? ആരാ? പോലീസ്. പോലീസോ? എന്റെ അമ്മ, എല്ലാം പോയി. പോലീസിന്റെ കൂടെ മീഡിയ ഉണ്ടാവല്ലോ, അവന്മാര് ഫോട്ടോ ആയിട്ട് എന്റെ പേര് കളയും. താക്കോൽ എവിടെ? വീട്ടിലിറങ്ങ നാണക്കേടാവല്ലോ. എന്താടി വാതില് തുറക്കാൻ ഇത്രയും നേരം? ഭയങ്കര വർക്കാണോ? ഹലോ, പറയൂ. പ്രശ്നമില്ലെന്നേ, മിനിസ്റ്റർക്ക് നമ്മുടെ ആളല്ലേ. ഞാൻ പറഞ്ഞ മിനിസ്റ്റർ കേക്കുന്നേ. ഞാനൊരു മീറ്റിംഗിലാണ്, വിളിക്കാം കേട്ടോ. വരൂ സാറേ. സാറേ, എനിക്കറിയുന്ന പെണ്ണാ, ഫ്രണ്ടാ, മുന്നേയുള്ള പരിചയോ. ഡോ, സാറിനറിയാം ഇവിടെ എന്താ നടക്കുന്നതെന്ന്. വെറുതെ സാറിന്റെ അടുത്ത് നോണയൊന്നും പറയണ്ട. ഡാ, വീട്ടില് ഭാര്യയൊന്നുമില്ലേ? ഇവിടെ കിടന്നിങ്ങനെ ആള് കളിക്കുന്നു. എടാ, നിന്നെയൊക്കെ 2 ദിവസം അകത്തിട്ട് പെരുമാറിയ പഠിച്ചു. സാറേ സാറേ, ഹെൽപ്പ് ചെയ്യ് സാറേ. സാറേ, ഞാൻ തറവാട്ടി പറഞ്ഞവനാ, പേര് കേട്ട കുടുംബം സാറേ. നോക്കി ചെയ് സാറേ. നിക്ക് എന്തോന്ന് പേര് കേട്ട കുടുംബം? വരുന്നവനൊക്കെ ഇതങ്ങ് പറഞ്ഞാ മതി.
ഇനി എങ്ങാനും ഞാൻ നിന്നെ ഇവിടെ കണ്ടാൽ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും. മനസ്സിലായോ? പോടാ. എന്തൊക്കെയുണ്ട്? ഇന്നെത്ര ഉണ്ടാക്കി? വളരെ കുറവാണ് സാർ. അപ്പൊ എങ്ങനെയാ, കേസാക്കി അകത്തിടണോ അതോ? എന്തിനാണ് സാർ വെറുതെ കേസൊക്കെ? 15 ദിവസം അകത്ത് കിടന്നാല് കസ്റ്റമേഴ്സ് ഒക്കെ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നേ. ബാക്കി ബാക്കിയോ? നാട്ടിലുള്ളവന്മാരുടെ കാശ് മുഴുവൻ ഇവിടെയാണല്ലോടി. ആട്ടെ, ഈ ഏരിയയിൽ നിനക്ക് ഒട്ടുക്കത്തെ ഡിമാൻഡാണല്ലോ. ആരോട് ചോദിച്ചാലും പപ്പി പപ്പി എന്നാണല്ലോ പറയുന്നത്. കണ്ടാൽ അങ്ങനെയൊന്നും അറിയുന്നില്ലല്ലോ. കണ്ടാല് എങ്ങനെയാ സാർ അറിയുന്നേ? വാതിലടച്ചിട്ട് വാ. പപ്പയുടെ സ്പെഷ്യല് ഞാനൊന്ന് കാണട്ടെ. ഞാനും ആലോചിച്ചു, ചുമ്മാതെയാണോ പറയുന്നത് എല്ലാവരും പപ്പി പപ്പി എന്ന്? എന്തിനാ ചിരിക്കുന്നത്? ഇല്ല, ഒന്നുമില്ല. ഏയ് ചുമ്മാ പറയടി. അതല്ല, കഥവടയ്ക്കാൻ പറഞ്ഞപ്പോ ഞാൻ കരുതി ആൾ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര പുലിയായിരിക്കും എന്നാ ഞാൻ കരുതിയത്. എന്തേ, നീ പ്രതീക്ഷിച്ചതുപോലെ ഇല്ലേ? തൻ്റെ അടുത്ത് പണിക്കൂലിയില്ല, പണിത്തരവും ഇല്ല. തന്റെ ഭാര്യ പാവാട്ടോ. നാട്ടിൽ എത്ര പെണ്ണുങ്ങള് തന്റെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടു കാണും. അത് പിന്നെ പോയിട്ട് എനിക്ക് ജോലിയുള്ളതല്ലേ, അതുകൊണ്ടാ പെട്ടെന്നങ്ങ്. കാശുണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം? പോയി നല്ലൊരു ഡോക്ടറെ കാണണേ. പപ്പി പപ്പി, പിന്നെ ഇതിനെ കുറിച്ചൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഇന്നാ അത്രേ ഉള്ളോ? ഇതെന്താ? സർ, നിങ്ങൾ കാശ് എന്തെങ്കിലും തന്നാല് അത് ഞാൻ സൂക്ഷിച്ചു വെക്കൂട്ടോ. സാറേ, നല്ലൊരു ഡോക്ടറെ ചെന്ന് കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഇനിയും വരണം കേട്ടോ. പപ്പിയുടെ അടുത്ത് എന്താ സ്പെഷ്യാലിറ്റി എന്ന് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. എനിക്ക് താൻ പോവാ ഇവിടുന്ന്. എന്തിനാ പപ്പി? പറഞ്ഞെന്താ തനിക്ക് മനസ്സിലാവത്ത? അത് തന്നെ വേണമെന്ന് പറഞ്ഞാ എന്താ അതിന്റെ അർത്ഥം? അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പപ്പി, എക്സ്ട്രാ കാശ് തരാം പപ്പി. നീ കാശ് തന്നാ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു വിചാരിച്ചോ? എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ 1000 രൂപ തരാം പപ്പി. 1000 രൂപയല്ല, 5000 രൂപ തരാന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്താ തനിക്ക് അതിൽ മാത്രം താല്പര്യമുള്ളോ? വേറൊന്നും ഇഷ്ടല്ല? അല്ല, അത് വേണമെന്ന് തോന്നി. തന്റെ കെട്ടിയോളോട് പോയി ചോദിക്കായിരുന്നില്ലേ? അവള് സമ്മതിക്കാത്തോണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കെട്ടിയോളെ പോലെ ഞാനൊരു പെണ്ണല്ലേ, എനിക്കത് ചെയ്യാൻ കഴിയില്ല. താൻ പോ നോക്ക്. എന്താ പപ്പി ഇങ്ങനെയൊക്കെ?
ഞാൻ നിന്റെ റെഗുലർ കസ്റ്റമർ അല്ലേ? താൻ ഇനി മേലെ ഇങ്ങോട്ട് വരണ്ട. സെന്തിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ ഇല്ലെന്ന് പറയുന്നത്? ഏത് സെന്തില്? അതാ ഇബിയിൽ വർക്ക് ചെയ്യുന്നവൻ. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചാ വെള്ളം അടിച്ചത്. അവനാ പറഞ്ഞത് പപ്പിയോട് ചോദിക്ക്, സമ്മതിക്കുമെന്ന്. എന്താ പപ്പി സെന്തിലിന് മാത്രം എനിക്ക് പറ്റില്ലെന്ന് പറയുന്നത്? അവൻ എനിക്ക് ഇഷ്ടാണ്. എന്താ പപ്പി നീ ഇഷ്ടത്തിനെ കുറിച്ചൊക്കെ പറയുന്നു? എന്തേ, എനിക്ക് മനസ്സില്ലേ? എനിക്കത് പ്രേമിച്ചൂടെ? എന്നെ സ്നേഹിക്കാൻ മറ്റുള്ളവരും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് അവൻ എന്നോട് ചോദിച്ചത്. അതുകൊണ്ടാ ആർക്കും ചെയ്യാത്ത കാര്യം ഞാൻ അവന് വേണ്ടി ചെയ്തത്. മനസ്സിലുള്ള പ്രേമം ശരീരത്തിൽ കൂടി ഞാൻ അവനെ പങ്കുവച്ചു. എനിക്കതേ അറിയൂ. നീ ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ആ സെന്തിലോ നീ ചെയ്തത് കാണുന്നവരോടൊക്കെ വിളിച്ചു പറയാ. അവൻ പറയട്ടെന്ന്. അവനെന്നെ പ്രേമിക്കുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. ഞാൻ അറിഞ്ഞോണ്ട് തന്നെ എങ്ങനെ. പപ്പി അവസാനമായിട്ട് സത്യയുടെ ഞാൻ ചെയ്യില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെന്തിലിനെ ഭയങ്കരമായിട്ട് പ്രേമിക്കുന്നുണ്ട്. എന്റെ ലവറിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രം. പ്ലീസ്. പപ്പി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ശരി കള, ഇനി ഞാൻ അതിനെ കുറിച്ച് നിന്നോട് ചോദിക്കേ ഇല്ല. താങ്ക്സ്. നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ ആയിരത്തിൽ ഒരുത്തി. നീ വെള്ളം ഒഴിക്കോ പപ്പി? വല്ലപ്പോഴൊക്കെ. ഇപ്പൊ തോന്നില്ല. നീ കുടിക്ക്. ഓക്കെ. അല്ല, നിനക്ക് കള്ളുടിച്ചാൽ മാത്രമേ ധൈര്യം ഉണ്ടാവുള്ളൂ? അറിയില്ല, പക്ഷേ വെള്ളം അടിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ. ഇല്ലെങ്കിലേ എന്റെ മനസ്സ് കിടന്ന് എന്തൊക്കെയാ ആലോചിക്കും. എന്താ ആലോചിക്കുന്നത്? എന്റെ ഭാര്യ പറഞ്ഞതൊക്കെ. എന്താ തന്റെ ഭാര്യ പറഞ്ഞത്? ഞാനേ ഒരു വേസ്റ്റാത്രേ, ആകാശിന് കൊള്ളില്ലത്രേ. എന്തിന്? അതിനും തന്നെ. ഞാൻ എത്ര ചെയ്താലും അവസാനം അത്രേ ഉള്ളൂന്ന് ചോദിക്കും. അവളെ ഓർക്കുമ്പോഴേ ദേഷ്യം വരും എനിക്ക്. നിനക്കറിയോ, അവള് പറയുന്നതൊക്കെ ചെയ്യും ഞാൻ. എന്നിട്ട് അവസാനോ അത്രേ ഉള്ളോ? ഇങ്ങോട്ട് നോക്ക്, ഇതുപോലെ ചിരിക്കരുത്. വളരെ അപ്സെറ്റാണ് ഞാൻ. നീ തന്നെ പറ, ഞാൻ നിന്റെ അടുത്ത് എത്ര കൊല്ലങ്ങളായിട്ട് വന്നു പോകുന്നു. നീ പോലും എന്നെ ഇഷ്ടമാണെന്ന് പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചതല്ലേ നീ? അതെ, ചോദിച്ചതാണ്. ഞാൻ പറയുന്നു ദേഷ്യപ്പെടല്ലേ? നീ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നീ പോലും ഞാൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്റെ ഭാര്യയോ അത്രേ ഉള്ളോ എന്ന് ചോദിക്കും. നിന്റെ അടുത്ത് എന്താ പ്രശ്നമുണ്ട്? എന്റെ അടുത്ത് എന്ത് പ്രശ്നം? എന്റെ ഭാര്യയുടെ പ്രശ്നം. നോക്കിയേ, നിന്നെ കാണുമ്പം എന്തൊക്കെയോ തോന്നുന്നില്ലേ? എന്റെ ഭാര്യയുടെ അടുത്ത് തോന്നുന്നില്ലല്ലോ. തന്റെ ഭാര്യനോട് തനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ? അതൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അത്രേ ഉള്ള മാത്രമാണ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത്. പപ്പി, ഭാര്യയും ഭർത്താവും ഒക്കെ ചേരുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ? നീ എങ്ങനെയാ താല്പര്യം കൂടുമ്പോ മമ്മി മമ്മി എന്ന് നിലവിളിക്കുന്നത്? അതുപോലെ ശബ്ദമൊക്കെ വരുമ്പോഴല്ലേ ആണുങ്ങൾക്കൊരു കിക്ക് ഉണ്ടാവുന്നത്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ കൂടുമ്പോഴേ നീ മമ്മീന്ന് കിടന്ന് നിലവിളിക്കൂലേ, ആ മുഖവാ ഞാൻ ഓർക്കാറ്. അപ്പോഴാണ് എനിക്ക് മൂഡ് വരിക. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് കുഴപ്പമെന്ന്.
ആ ഡോ, ഞാൻ ഒച്ചയെടുക്കുന്നതൊക്കെ വെറുതെയാണ്. പെണ്ണുങ്ങൾക്ക് വേദന എടുത്താല് ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് എന്തോ സാധിച്ചതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒച്ച വെക്കുന്നത്. ഇതൊക്കെ പോയി തന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഉം. തന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ താൻ എന്തിനാടോ എന്നെ കുറിച്ച് ആലോചിക്കുന്നത്? മിക്ക ആണുങ്ങളും ഇങ്ങനെ തന്നെ. ഇവിടെ ഭാര്യയായിട്ട് ചെയ്യുമ്പോ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ആലോചിക്കുന്നേ? അവളോട് ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ അവൾക്കും ഫീലിംഗ് ഉണ്ടാവൂ. എന്നാണോ നീ പറയുന്നത്? പിന്നെ അല്ലാതെ തന്നെ പോലെ അവളും വേറെ വല്ലവനെ കുറിച്ച് ആലോചിച്ചാലോ? പിന്നെ അത്രയുള്ളൂ കാര്യങ്ങള്. എന്റെ ഭാര്യ അങ്ങനെ ആരെ കുറിച്ചൊന്നും ചിന്തിക്കൂല. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അറിയാലോ, പിന്നെ എന്തിനാ അവരുടെ കൂടെ കിടക്കുമ്പോ എന്നെ കുറിച്ച് ആലോചിക്കുന്നത്? ശീലിച്ചു പോയി പപ്പി, മാറാൻ ബുദ്ധിമുട്ടാ. മാറാൻ പറ്റും. താൻ ഒരു കാര്യം ചെയ്, ഇന്ന് എന്റെ ഒപ്പം കിടക്കുമ്പോ തന്റെ ഭാര്യയുടെ മുഖം ആലോചിക്ക്. ഉം, ഉം. കൊള്ളാം. ഞാൻ തരുന്ന കാശ് വെറുതെ പോവും. ഡോ, തന്നെ പോലെ സ്വപ്നം കണ്ട് കഴിയുന്നവന് ഇത് തന്നെയാണ് ശരി. തന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാല് ശരിക്കും അത് തന്നെ സംഭവിക്കും. സെക്സ് എന്ന് പറഞ്ഞാല് രണ്ട് ശരീരങ്ങൾ ചേരുന്നതല്ല, രണ്ട് മനസ്സ് തമ്മിലുള്ളതാ. ഇതെന്നാണ് ഈ ആണുങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരു കാര്യം ഓർത്താല് നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ എന്റെ കസ്റ്റമേഴ്സ് കുറഞ്ഞാലോ? പപ്പി പപ്പി ഏയ് പപ്പി, ഉം. സുഖമില്ലേ? ഉം. പനി. ചൂടൊന്നുമില്ലല്ലോ. മറ്റുള്ളവരെ ചൂടാക്കുന്ന എനിക്ക് എങ്ങനെ ചൂട് തട്ടാനാ? ആദ്യം വന്ന കാര്യം പറയ. കോളേജ് പിള്ളേര് ഊട്ടിയിലേക്ക് പോവുക, കൂടെ പോകുന്നോ നീ? പനിയാണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ, പിന്നെ പോവാന്ന് ചോദിക്കുന്നത്? അതിന് ഞാൻ ഇപ്പോഴല്ലേ പനിന്ന് അറിയുന്നത്. നല്ല പാർട്ടിയായിരുന്നു. കാശ് കുറച്ച് കിട്ടുമല്ലോ എന്ന് ഓടിക്കതച്ച് വന്നപ്പോ. കാരണം കോളേജ് പിള്ളേരെയൊക്കെ നിനക്കല്ലേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അവന്മാർക്ക് പഠിപ്പിൽ സംശയമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഭയങ്കര സംശയമായിരിക്കും. സംശയം തീർത്തു വരുമ്പോഴത്തേക്കും ഞാനൊരു വഴിയാവും. 10 ദിവസം മുമ്പ് ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ വന്നിരുന്നു. അവൻ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ സ്കൂളിൽ ടീച്ചറായിക്കൂടാന്ന്. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ എനിക്കുള്ളതുപോലുള്ള സംശയങ്ങള് എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും ഉണ്ടെന്ന് പറഞ്ഞു. ടീച്ചറോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോ അവോയ്ഡ് ചെയ്യുന്നെന്നാ പറഞ്ഞത്. നീയാവുമ്പോ നല്ലതുപോലെ സംശയങ്ങൾ തീർക്കുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞ ടീച്ചർ പോലെയാ നീയും ഉള്ളത്. മുടിയൊക്കെ ഒതുക്കി കെട്ടി ഒരു കൊടയും പിടിച്ച് നടന്നെന്ന് വെച്ചോ, നമ്മുടെ കടലോര കവിതയിലെ രേഖയെ പോലെ നിർത്ത്. നീ സോപ്പ് ഇടുവാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഊട്ടിയിലൊന്നും പോകാൻ പറ്റില്ല. ശരി കള, അത് നിന്റെ ഇഷ്ടം. ആ പൈസയും കൂടി ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. തൃപ്തിയായോ? അല്ല, എത്ര പിള്ളേരാ? 4. ബോസ് എന്നെ കുറിച്ച് എന്താ വിചാരിച്ച? 4 പേര് ചേർന്ന എന്തൊക്കെ ചെയ്യുമെന്ന് അറിയോ? അല്ല പപ്പി, നീ 2 പേർക്കാ. മറ്റുള്ള 2 പേർക്ക് നമ്മുടെ ഗീതയെ പറഞ്ഞു വിടാന്ന് കരുതി. ഓ, ഗീതയല്ലേ? അവളിപ്പോ കുറെ ഉണ്ടാക്കും. അവൾ ഒരു മരം പോലെ മൊബൈലിലും കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ അവന്മാരും മടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കും. ഞാനും പാവത്തെ നോക്കി പിന്നെ ശരിയെന്ന് വെക്കും. എന്തിനാ വെറുതെ? അതെ, ഭക്ഷണം കഴിച്ചോ? മീൻകറിയുണ്ട്, കഴിക്കുന്നോ? അതൊന്നും വേണ്ടെന്നേ, ഞാൻ പോവാ. എന്താ പിണങ്ങിയോ? നിന്നോട് ഞാൻ പിണങ്ങുവോ പപ്പി? നിന്നെ കഷ്ടപ്പെടുത്തി കാശുണ്ടാക്കുന്നവനാ ഞാൻ. എനിക്ക് ചോറ് തരുന്ന അന്നപൂർണിയാ നീ. എന്തെങ്കിലും സീരിയൽ കണ്ടിട്ടാണോ വന്നേ? ഒന്ന് പോടി. സത്യമാണ് ഞാൻ പറഞ്ഞത്. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ കള. ഹലോ എടി സെൽവി, എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? അവളോട് വല്ല ഉറക്കു ഗുളികയും കഴിച്ച് കിടക്കാൻ പറ. ഇനി എങ്ങാനും എന്നെ വിളിച്ച് ശല്യം ചെയ്താ ആ ഭാഗത്തോട്ട് ഞാൻ തിരിഞ്ഞു നോക്കില്ല. എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? 2 മാസമായിട്ട് അമ്മത്തേക്ക് വയറുവേദനയാ. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലോ വയറ്റിൽ മുഴയുണ്ട്, ആ ടെസ്റ്റ് വേണം, ഈ ടെസ്റ്റ് വേണം എന്ന് പറയുന്നു. കാശ് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞതാ. അപ്പോഴത്തേക്കും വേദനിക്കുന്നു എന്ന് പറഞ്ഞാ എന്ത് ചെയ്യാനാ? ഇതിനിടയ്ക്ക് കയറി ആ സെൽവി മോക്ക് മാത്രം സ്നേഹമുള്ളതുപോലെ
കെട്ടിയവൻ എനിക്ക് സ്നേഹം ഉണ്ടാവില്ലേ? പാവപ്പെട്ടവരായി ജനിച്ച വേദന സഹിച്ചേ പറ്റൂ. ഞാൻ ഊട്ടിക്ക് പോയിക്കോളാം. നിന്നെ വിശ്വസിച്ചാ നിന്റെ കുടുംബം കഴിയുന്ന അത് നീ ഇല്ലാതാക്കരുത്. നീ സംസാരിക്കുമ്പോ തന്നെ അറിയാം എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. തനിക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയാല് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ബന്ധമെന്ന് പറയാൻ നീയൊക്കെയല്ലേ ഉള്ളൂ. ഒന്ന് പോടി, അവളുടെ ഒരു സെന്റി അടി. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ആദ്യം ഡോക്ടറെ അടുത്ത് ചെന്ന് നിന്റെ ശരീരം നോക്ക്, കേട്ടോടി? ബോസേ, ഞാൻ പറയുന്നത് കേക്കോ ഇല്ലയോ? എടി, നിനക്ക് സുഖമില്ലല്ലോ. ഒരാവശ്യം വരുമ്പോ മനസ്സ് പറയുന്നത് ശരീരം കേൾക്കും. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് വേണ്ടി നീ എന്തിനാ പപ്പി? കള സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന നീയല്ലേ. നിനക്ക് വേണ്ടി ഇതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് മനസ്സാക്ഷിക്കത്തുണ്ടാവും. എന്തൊക്കെയോ പറയുന്നു. ഞാൻ ഊട്ടിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഭാര്യയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ശരി, പോട്ടെ. ബോസേ, ഏ? ആ ഗീത വേണ്ട. 4 പേര് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. 2 പേരുടെ പൈസ എനിക്ക്, 2 പേരുടെ പൈസ നിനക്ക്.